ബിഗ് ബോസ് മലയാളം സീസൺ 4-ന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷനും അതിനോടനുബന്ധിച്ച് നടന്ന നാടകീയ മുഹൂർത്തങ്ങൾക്കും ഒടുവിലാണ് റോബിന് ബിഗ് ബോസിന്റെ വക നിയമലംഘനത്തിന് വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ജയിൽ നോമിനേഷൻ നടക്കുന്നു. ഓരോ കണ്ടസ്റ്റൻസും വന്ന് അവരുടെ നോമിനേഷൻ ആരൊക്കെയാണ് എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ റോബിൻ തൻ്റെ അവസരം വന്നപ്പോൾ തനിക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാൻ ഇല്ല എന്നാണ് അറിയിച്ചത്. നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു വാലിഡ് റീസൺ വേണം. അങ്ങനെ ഒരു റീസൺ തനിക്കില്ല. അതിനാൽ ആരെയും നോമിനേറ്റ് ചെയ്യാൻ ഇല്ല എന്നാണ് റോബിൻ അറിയിച്ചത്. ഈ ഒരാഴ്ചയിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഡോക്ടർ റോബിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ ഇല്ല എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരായ നമുക്കെല്ലാവർക്കും സംശയമുണർത്തുന്ന കാര്യമാണ് റോബിൻ്റെ എന്ത് സ്ട്രാറ്റജിയാണ് ഇതെന്ന്. ബിഗ് ബോസ് ഹൗസിലെ മറ്റംഗങ്ങളും ക്യാപ്റ്റനായ ദിൽഷയും റോബിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ബിഗ് ബോസ് പറഞ്ഞേൽപ്പിച്ചതാണ്. റോബിൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് റൂളും. ഒടുവിൽ ബിഗ് ബോസ് തന്നെ അറിയിപ്പുമായി എത്തുന്നു. റോബിൻ ജയിലിലേക്കുള്ള 3 പേരെ പറയും വരെ മറ്റുള്ളവരും എണീറ്റ് പോകാൻ പാടുള്ളതല്ല. വളരെ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ റോബിൻ നവീൻ, സുചിത്ര, ഡെയ്സി എന്നിവരെ നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനൊക്കെ ഒടുവിൽ ബിഗ് ബോസ് റോബിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് കർശനമായി തന്നെ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. റോബിൻ, നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ലാഘവത്തോടെ കാണരുത്. ഇതിവിടെ അനുവദിക്കുന്നതല്ല. ഇത്തരം അവഗണന പുറത്താക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇതൊരു മുന്നറിയിപ്പാണ്. വാർണിംഗ് ഒക്കെ കൊടുത്തുവെങ്കിലും ബിഗ് ബോസ് റോബിന് എന്തേലും പറയാനുണ്ടോ എന്നും കൂടെ കട്ട മോട്ടിവേഷനും കൊടുക്കാൻ മറന്നില്ല. ഇതെല്ലാം ചേർന്നതാണ് ബിഗ് ബോസ്. മത്സര ബുദ്ധിയോടെ കളിക്കുക, മികച്ച രീതിയിൽ കളിക്കുക. ആശംസകൾ.